വെരി വാം വെൽക്കം എവറി വൺ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ 14 ഓർഗനൈസേഷണൽ കൾച്ചറാണ്. സോ ഓർഗനൈസേഷണൽ കൾച്ചറിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കുന്നത് കൾച്ചർ എന്താണെന്നാണ്. സോ കൾച്ചറിൻ്റെ ഡെഫിനിഷൻ ഇവിടെ തന്നിരിക്കുന്നത് ദ കളക്റ്റീവ് പ്രോഗ്രാമിംഗ് ഓഫ് ദി മൈൻഡ്. കളക്റ്റീവ് പ്രോഗ്രാമിംഗ് ഓഫ് ദി മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിന് ഒരു കളക്റ്റീവ്ലി എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തേക്കുന്നത് അതിനെയാണ് കളക്റ്റീവ് പ്രോഗ്രാമിംഗ് ഓഫ് ദി മൈൻഡ് എന്ന് പറയുന്നത്. സോ ഈ കൾച്ചറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കൾച്ചറിനെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇതിനകത്ത് ആദ്യത്തെ ഡെഫിനേഷനായിട്ട് നമുക്ക് കൾച്ചറിനെ പറഞ്ഞിരിക്കുന്നത് കളക്റ്റീവ് പ്രോഗ്രാമിംഗ് ഓഫ് ദ മൈൻഡ് എന്നാണ്. സെക്കൻഡ് ഡെഫിനേഷൻ എക്സ്പ്രഷൻ ഓഫ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ വിത്തിൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനകത്ത് ആളുകൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത്, അതേപോലെ അവരുടെ കളക്റ്റീവായിട്ടുള്ള ബിലീഫ്സ് എന്താണോ, അവരുടെ വാല്യൂസ് എന്താണോ, അതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഡെഫിനേഷൻ തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഷെയർഡ് വാല്യൂസ് ആൻഡ് നോംസ് ദാറ്റ് ക്യാരക്ടറൈസ് എ സോഷ്യൽ ഗ്രൂപ്പ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കുറേ വിശ്വാസങ്ങളുണ്ടാവും, അതേപോലെ തന്നെ നോംസും ഉണ്ടാവും, അങ്ങനെ ഷെയർ ചെയ്യുന്ന വാല്യൂസും ഉണ്ടാവും ഒരു സോഷ്യൽ ഗ്രൂപ്പിനകത്ത്. ഇതിനെയും നമ്മൾ കൾച്ചർ എന്ന് പറയും. ബട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഏറ്റവും ജനറൽ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ വേ വി ഡു തിങ്സ് അറൗണ്ട് ഹിയർ. നമ്മൾ എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനെ നമ്മൾ കൾച്ചർ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനിയും അടുത്ത ഡെഫിനിഷൻ നോക്കേണ്ടത് നോംസിനെ കുറിച്ചാണ്. നോംസ് എന്ന് പറയുന്നത് എ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഓർ ബിഹേവിങ്. എ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഓർ ബിഹേവിങ്. എങ്ങനെയാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. എ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഓർ ബിഹേവിങ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് റെപ്രസെൻറ്റ്സ് സംതിങ് എൽസ്. ഇവിടെ സിമ്പിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് എന്തെങ്കിലും റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യമാണ് സിമ്പിൾ. റിച്വൽ എന്ന് പറയുന്നത് എ മെത്തേഡ് ഓഫ് ഡൂയിങ് തിങ്സ് ദാറ്റ് ഹാസ് മീനിങ്. നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട് ആൻഡ് അതിനെന്താണ് ഒരർത്ഥമുണ്ട്. ഓക്കെ, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ റിച്വൽ എന്ന് പറയുന്നത്. Organizational culture includes shared attitudes of individuals to symbols and rituals, norms of behavior, and shared beliefs about what is important. So, ഒരു ഓർഗനൈസേഷണൽ കൾച്ചറിൽ എന്തൊക്കെ കാണും? സിമ്പിൾസ് ആൻഡ് റിച്വൽസ് കാണും, ഷെയർഡ് ബിലീഫ്സ് ഉണ്ടാവും, ആൻഡ് ബിഹേവിയറൽ നോംസും ഉണ്ടാവും. Culture must be actively managed in an organization as it is a form of internal control. കൾച്ചർ നമ്മൾ ആക്റ്റീവ്ലി മാനേജ് ചെയ്യണം. ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള കൾച്ചർ നമ്മൾ ആക്റ്റീവ്ലി മാനേജ് ചെയ്യണം. കാരണം എന്താണ്? അത് നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമാണ്. സോ ആദ്യം നോക്കേണ്ടത് സിമ്പിൾ ആൻഡ് റിച്വൽ അതെന്താണെന്നാണ്. സോ സിമ്പിൾ എന്താണെന്നാണ് പറഞ്ഞത്? എ സിമ്പിൾ ഇസ് എ സൈൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് സംതിങ്. എന്തെങ്കിലും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, ആ ഒരു സൈനെയാണ് നമ്മൾ സിമ്പിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ യൂണിഫോം, അതൊരു സിമ്പിളാണ്. Ritual. A ritual is a ceremony that has meaning to people in the organization. Right. So ritual എന്ന് പറയുന്നത് എന്താണ്? It's a ceremony that has meaning to people in the organization. So ഒരു റിച്വൽ എന്ന് പറയുന്നത് ഒരു സെർമണിയാണ് ആൻഡ് അതിനെന്താണ് ഒരർത്ഥമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ആൾക്കാരെല്ലാവരും രാവിലെ 5 മണിക്ക് ചായ കുടിച്ചിട്ടേ അവരെന്ത് ചെയ്യുള്ളൂ, അവരുടെ വർക്ക് തുടങ്ങുള്ളൂ. ഇത് ഒരു റിച്വലാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ സ്കൂളിൽ എല്ലാ മാസവും ബെസ്റ്റ് പെർഫോമേഴ്സിൻ്റെ അവാർഡ് കൊടുക്കും. ഇതെന്താണ്? ആ സ്കൂളിൽ കൊണ്ട് നടക്കുന്ന ഒരു റിച്വലാണ്. റൈറ്റ്. ഇനിയും നോക്കാനുള്ളത് ബിഹേവിയറൽ നോംസ് ആണ്. എ നോം ഇസ് എൻ അക്സെപ്റ്റഡ് പാറ്റേൺ ഓർ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ. ഓക്കെ, സോ ബിഹേവിയറൽ നോംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. ഓക്കെ, ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, അതിനാണ് നമ്മൾ ബിഹേവിയറൽ നോംസ് എന്ന് പറയുന്നത്. ഷെയർഡ് ബിലീഫ്സ്. വ്യൂസ് ആർ ഷെയർഡ് ബൈ പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനുള്ളിൽ തന്നെ ആളുകൾ എന്താണ് അവരുടെ വ്യൂസ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട് ആൻഡ് ആർ അണ്ടർസ്റ്റുഡ് വിത്തൗട്ട് ഹാവിങ് ടു എക്സ്പ്രസ് ദം ഓപ്പൺലി. അവർക്ക് എന്താണ് അത് ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, പക്ഷെ അവരെല്ലാവരും എന്താണ് ഒരു വ്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഷെയർഡ് ബിലീഫ്സ് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള വിശ്വാസമാണ്. അതാരും എന്താണ് വെളിയിലോട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല, പക്ഷെ എല്ലാവരുടെയും ഉള്ളിൽ ആ വിശ്വാസമുണ്ട്.
ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൾച്ചറാണ്. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൾച്ചേഴ്സ്? മെനി ഫാക്ടർ ഇൻഫ്ലുവൻസ് ദ കൾച്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ, സം മോർ ദാൻ അതേഴ്സ്. ആദ്യത്തെ ഫാക്ടർ സൈസ് ആണ്. സോ സൈസ് ആൻഡ് ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഓർഗനൈസേഷൻസ് വർക്ക് ഫോഴ്സ് എഫക്ട് കൾച്ചർ. ഒരു ഓർഗനൈസേഷൻ്റെ സൈസും അതേപോലെ ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അത് എവിടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ അതിൻ്റെ കൾച്ചറിനെ ബാധിക്കുന്ന സാധനങ്ങളാണ്. ലാർജർ ഓർഗനൈസേഷൻസ് ഹാവ് എ മോർ ഫോർമലൈസ്ഡ് കൾച്ചർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ 5 പേരുണ്ട്. ആ 5 പേരും മലയാളീസ് ആണെങ്കിൽ അവിടെ ഒരു മലയാളി കൾച്ചറായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ 1000കണക്കിന് ആൾക്കാരുണ്ട് ആൻഡ് ദേ ആർ ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. പല പല കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം അവിടെ ഒരു പെർട്ടിക്കുലർ കൾച്ചർ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറായിരിക്കും അവർ ഫോം ചെയ്യുന്നത്. ലോക്കൽ ഇൻഫ്ലുവൻസസ് മേ ഡ്രൈവ് ജിയോഗ്രാഫിക്കലി ഡിസ്പേഴ്സ്ഡ് ടീംസ്. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞ കേസിൽ 5 പേരെ ഉള്ളായിരുന്നപ്പോൾ നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് മലയാളി കൾച്ചറാണ് ഫോം ചെയ്തത്. ഓക്കെ. സോ ഡൈവേഴ്സിറ്റി ഓഫ് ഓപ്പറേഷൻസ്. ദ ഡൈവേഴ്സിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഓപ്പറേഷൻസ് അഫക്റ്റ് കൾച്ചർ. ഒരു ഓർഗനൈസേഷൻ്റെ ഡൈവേഴ്സിറ്റി അതിൻ്റെ ഓപ്പറേഷൻസ്, ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസ് അതിൻ്റെ കൾച്ചറിനെ എഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, മോർ ഡൈവേഴ്സ് ഓപ്പറേഷൻസ് മീൻസ് ലെസ് ഷെയർഡ് കൾച്ചർ. നമ്മളുടെ കമ്പനിയിലെ ആൾക്കാർ പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് അവിടെ കൾച്ചറിനെ ഫോം ചെയ്യാൻ സ്കോപ്പേ ഇല്ല. പക്ഷേ ആൾക്കാരെല്ലാവരും ഒരേപോലത്തെ ഓപ്പറേഷൻസാണ് ചെയ്യുന്നതെങ്കിൽ അവരത് ചെയ്ത് അവർക്കവിടെ എന്തുണ്ടാവും? ഒരു കൾച്ചർ ഫോം ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത് ഷെയർഡ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻഫ്ലുവൻസ് എ മോർ ഷെയർഡ് കൾച്ചർ. ഷെയർഡ് ആയിട്ടുള്ള ടാസ്കും ആക്ടിവിറ്റീസും എന്താണ് കുറച്ചുകൂടെ ഷെയർഡ് ആയിട്ടുള്ളൊരു കൾച്ചർ ഫോം ചെയ്യാൻ അവിടെ സഹായിക്കും. ദെൻ സ്റ്റാഫ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ദ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പോപ്പുലേഷൻ അഫക്ട്സ് കൾച്ചർ. നമ്മുടെ കൾച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയിൽ കൂടുതലും ഭയങ്കര യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്താണ് യങ് ആയിട്ടുള്ള കൾച്ചറായിരിക്കും ഫോളോ ചെയ്തു പോകുന്നത്. അതേപോലെ തന്നെ ഓൾഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഓൾഡായിട്ടുള്ള അവരവരുടെ രീതിയിലുള്ള കൾച്ചറിലായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഇനി 2 പേരും ഉണ്ട്, ഇപ്പം യങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഓൾഡായിട്ടുള്ള ആൾക്കാരും ഉണ്ടെങ്കിൽ അവിടെ കൾച്ചറിന് സ്കോപ്പില്ല. സോ മെജോറിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് മേ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് കൾച്ചർ. സോ നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാർ ഏത് മെജോറിറ്റി ഓഫ് ഏജ് ഗ്രൂപ്പാണോ, അവരുടെ ഏജ് ഗ്രൂപ്പ് ഏത് മെജോറിറ്റിയിലാണോ, ഇപ്പം യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു യങ് ആയിട്ടുള്ള കൾച്ചറായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി ടെക്നോളജി. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ടെക്നോളജി എഫക്ട്സ് കൾച്ചർ. നമ്മുടെ ടെക്നോളജിയിലോട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് കൾച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഓഫ് അഡോപ്റ്റിംഗ് ന്യൂ ടെക്നോളജി വിൽ എഫക്ട് കൾച്ചർ. നമ്മളിപ്പം നമ്മുടെ കമ്പനിയിലെ ആൾക്കാർ റെഡിയാണ് എന്തിന്? പുതിയ ടെക്നോളജിയിലൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ കൾച്ചറിനെ നന്നായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. റെസിസ്റ്റൻസ് ടു ചേഞ്ച് വിൽ സ്ലോ ടെക്നോളജിക്കൽ അഡോപ്ഷൻ. ഓക്കെ, സോ ഈ ടെക്നോളജിക്കൽ അഡോപ്ഷനൊന്നും റെഡി ആവാത്തവർ ഇതിലൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, വി ആർ നോട്ട് റെഡി ഫോർ ദീസ് ചേഞ്ചസ്, അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താണ് അത് സ്ലോ ചെയ്യും. നമ്മുടെ കമ്പനിയിൽ ടെക്നോളജിക്കലായിട്ടുള്ള അഡോപ്ഷൻസ് ഒന്നും നടക്കില്ല. ഓക്കെ, ഇനി അതേസമയം ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാൻ തയ്യാറാണ്, അവർ റെഡിയാണ്, അവർ നമ്മൾ ചാമ്പ്യൻസ് എന്നാണ് പറയുന്നത്. പിയനേഴ്സ് യൂസിങ് ന്യൂ ടെക്നോളജി. പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ ചാമ്പ്യൻസ് എന്ന് പറയുന്നുണ്ട്. സോ അവരെന്താണ് നമ്മുടെ ടെക്നോളജിക്കൽ അഡോപ്ഷൻസ് സ്പീഡപ്പ് ചെയ്യും. ഓർഗനൈസേഷൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹിസ്റ്ററി ആൻഡ് ട്രഡീഷൻ അഫക്റ്റ് ഹൗ വേസ് ഓഫ് തിങ്കിങ് ആൻഡ് ബിഹേവിങ് ഡെവലപ്പ് ഓവർ ടൈം. സോ നമ്മുടെ കമ്പനിയുടെ പാരമ്പര്യവും അതിൻ്റെ ട്രഡീഷനും ഒക്കെ എങ്ങനെയാണോ ആ കമ്പനി പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ തിങ്ക് ചെയ്യുന്നത്, ഓക്കെ, അതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേബിൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വിൽ സപ്പോർട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ എംബഡഡ് കൾച്ചർ. Significant events and milestones will have a great impact on culture. ഇപ്പം നമ്മുടെ കമ്പനി ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേയിലാണ്, എസ്പെഷ്യലി ഇൻഡിപെൻഡൻസ് ഡേയിലാണ് ഫോം ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആ ഒരു ഇൻഫ്ലുവൻസ്
ആ ഒരു സ്പെസിഫിക് ഈവൻറ്റ് നമ്മുടെ കമ്പനിയിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓണർഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ്. The behavior and attitude of owners and leaders affect culture. ഓണേഴ്സിൻ്റെ ബിഹേവിയറും അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡും കൾച്ചറിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലീഡേഴ്സ് സെറ്റ് ദ ടോൺ അറ്റ് ദ ടോപ്പ് വിച്ച് ഇൻഫ്ലുവൻസസ് ദ കൾച്ചർ ഓഫ് സബോർഡിനേറ്റ്സ്. ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടോൺ അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ ടോപ്പായിട്ടുള്ള നിൽക്കുന്ന ഒരു കമ്പനിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവരാണ് ലീഡേഴ്സ്. ആൻഡ് അവരെ അനുസരിച്ചായിരിക്കും ബാക്കി ആ കമ്പനി ഉള്ളവരെല്ലാവരും പെർഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലീഡേഴ്സ് ഭയങ്കര പഞ്ച്വലാണെന്ന് വെച്ചോ, അവരെല്ലാം കറക്റ്റ് ടൈമിൽ പഞ്ച്വാലിറ്റിയിലൂടെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആഫ്റ്റർ പോയിൻ്റ് ഓഫ് ടൈം യു ക്യാൻ സീ ദാറ്റ് ആ എംപ്ലോയേഴ്സും എന്താവും, മുന്നത്തെ ലീഡറിന് ചിലപ്പം പഞ്ച്വലായിരിക്കണം എന്നില്ല. സോ ദേ വുഡ് ഹാവ് അവർ പല പല സമയത്തൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പുതിയ ലീഡർ വന്നിട്ട് ഭയങ്കര പഞ്ച്വലാണ്. സോ പതുക്കെ ആ എംപ്ലോയേഴ്സിനും ആ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ദേ വിൽ ഓൾസോ കം അറ്റ് ദ റൈറ്റ് ടൈം, റൈറ്റ്? സോ ലീഡേഴ്സ് സെറ്റ് ദ ടോൺ അറ്റ് ദ ടോപ്പ് വിച്ച് ഇൻഫ്ലുവൻസസ് ദ കൾച്ചർ ഓഫ് ദ സബോർഡിനേറ്റ്സ്. സോ ലീഡേഴ്സാണ് നമ്മുടെ സബോർഡിനേറ്റ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. നമ്മുടെ കൾച്ചറിനെ തന്നെ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. എക്സാമിനിങ് ആൻഡ് ഓർഗനൈസേഷൻസ് കൾച്ചർ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമുക്കൊരു ഓർഗനൈസേഷൻ്റെ കൾച്ചർ എങ്ങനെ എക്സാമിൻ ചെയ്യാം. ഇപ്പം നമ്മളൊരു കമ്പനിയിലോട്ട് പോവുകയാണ്, അവിടുത്തെ കൾച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതാണ് നെക്സ്റ്റ് പോയിന്റ് പറയാൻ പോകുന്നത്. സോ അതിന് മുമ്പേ പറയട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളല്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. സോ കമ്മ്യൂണിക്കേഷൻ. ഡസ് ദ ഓർഗനൈസേഷൻസ് റിലൈ പ്രൈമർലി ഓൺ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഓർ ഈസ് ദെയർ എ റോബസ്റ്റ് ഇൻഫോർമൽ നെറ്റ്വർക്ക്? ഇവിടെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ആൾക്കാരെങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു കമ്പനി ചെല്ലുമ്പോൾ അവിടെ ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ കൾച്ചർ മനസ്സിലാവും. അവരിപ്പോൾ ഫോർമലായിട്ടാണോ സംസാരിക്കുന്നത് അതോ ഇൻഫോർമലായിട്ടാണോ സംസാരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട്. ഇനിയും റിവാർഡ് സിസ്റ്റംസ്. റിവാർഡ്സ് എഫക്റ്റ് വാട്ട് പീപ്പിൾ കൺസിഡർ വർത്ത് ഡൂയിങ് ആൻഡ് വാട്ട് ദേ വോണ്ട് ടു അച്ചീവ്. സോ റിവാർഡ്സ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു? ആൾക്കാർ വർക്ക് ചെയ്യുന്നതിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവരുടെ കമ്പനിയിൽ റിവാർഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ദെൻ methods of dressing and other symbols. Culture may affect how people dress at work or methods of dressing may affect culture. കൾച്ചർ എന്തിനെ എഫക്റ്റ് ചെയ്യും? ആൾക്കാർ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി എന്ത് ചെയ്യും? കൾച്ചറിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. The extent to which authority is centralized or decentralized and the structure of the organization, flat or tall, will affect employees' attitude towards taking the initiative and expecting colleague to do the same. So സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമായിരിക്കും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. പക്ഷേ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്.